റിജി റിജി നോക്കൂ, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഷോൺ ജോർജ് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിനാണ് ഇങ്ങനെ ഒരു വാർത്താസമ്മേളനം നടത്തി ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുമോ? അന്വേഷണ ഏജൻസികളായ SFIOയ്ക്ക് EDക്ക് പരാതി നൽകുമോ? അല്ല, അദ്ദേഹം ഹൈക്കോടതി നാളെ കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ ഏജൻസിയിലെടുത്ത് ഇത് ഹൈക്കോടതിയിലൊക്കെ ഹർജി കൊടുത്തു. അല്ല, അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ അത് നാളെ കൊടുക്കുന്നതാണ്. ഇനിയിപ്പോ കൊടുത്തോന്ന് എനിക്കറിയത്തില്ല. അത് ഇനി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അതല്ലല്ലോ വിഷയം. എനിക്ക് പ്രിയപ്പെട്ട സന്ദീപ് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിനെ ഒരു തമാശയായിട്ട് കാണേണ്ട ഒരു സാഹചര്യം വന്നു. സാധാരണ സന്ദീപ് അങ്ങനെ തമാശയായിട്ട് പറയുന്ന ഒരാളല്ല. എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാം. ഞങ്ങൾ ചർച്ച നയിക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹം എന്നോട് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആവർത്തിച്ച് പലതവണ ചോദിച്ചു, ഈ വിഷയം മുഖ്യമന്ത്രിയുടെ മകളോ അല്ലെ പാർട്ടിക്കാരോ ഒന്ന് നിഷേധിച്ചാൽ ആ പ്രശ്നം അന്നേരം തീരും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഇതിന്റെ വസ്തുത എന്നാന്നുള്ളതും ഒന്ന് നിഷേധിച്ച് കിട്ടണം. ഇപ്പൊ റഫാൽ അഴിമതി വന്നപ്പോൾ, കുംഭകോണം വന്നപ്പോൾ അംബാനിയുടെ 20,000 കോടിയെ കുറിച്ചൊക്കെ ഇവിടെ ഞാനൊക്കെ ആ ചർച്ചയിൽ ഒത്തിരി പങ്കെടുത്തിട്ടുള്ളതാണ്. ഞാൻ സന്ദീപ് ഒന്നും ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി വന്നിട്ടോ അല്ലെ പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്തിരിക്കുന്ന ആരെങ്കിലും വന്നിട്ട് അതിനൊരു ഡിഫൻസോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് അതിന് പ്രതികരണമായിട്ട് പത്രസമ്മേളനം നടത്തിയോ? ഇല്ല. ഷോൺ ജോർജിനെ പോലെ ഉത്തരവാദിത്തരഹിതമായ ഒരാൾ വന്ന് മാധ്യമങ്ങളെല്ലാം ലൈവായിട്ട് കാണിക്കുന്ന ഒരു പരിപാടി അവതരിപ്പിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അതിന് മറുപടി പറയാതിരിക്കുന്നോ? സന്ദീപ് വാര്യരുടെ പാർട്ടിയാണ് മറുപടി പറയാമല്ലോ. ഉത്തരവാദിത്തപ്പെട്ട BJP നേതാക്കന്മാരെന്താ മൗനം പാലിക്കുന്നത്? സന്ദീപിനെ BJP വിട്ടാന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. അതിൽ ഒരു സംശയമില്ല കാര്യത്തിൽ. അത് പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചർച്ച വരുമ്പോൾ ഒരാളെ വിടും. സന്ദീപ് അടുത്ത ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്താവാണ്. അത് ചെറിയ കാര്യമില്ല. ദേശീയ തലത്തിൽ പോലും പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്ക് ആ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് BJP ഔദ്യോഗിക നേതൃത്വം ഇതിനെതിരെ പ്രതികരിക്കാത്തത്? അവർക്കറിയാം ഇത് നാണക്കേടാന്നുള്ളവരും. BJP ഔദ്യോഗിക വക്താവാണ് ഇപ്പൊ പ്രതികരിച്ചത്. റിജി, നിങ്ങളെ തൊട്ടടുത്തിരുന്നുകൊണ്ട് സന്ദീപ് വാര്യരല്ലേ പ്രതികരിച്ചിരിക്കുന്നത്? പോരെ നിങ്ങൾക്ക്? എന്റെ അനിൽ നമ്പ്യാർ, ദയവായിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കുക. ഞാനും സന്ദീപ് തമ്മിൽ ഇതിനകത്ത് ഒരു ഉടക്കമില്ല. ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിലുള്ള ചർച്ച നടത്തുന്നത്. അത് ഒരു ഹെൽത്തി ഡിബേറ്റ് ആയിട്ട് പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അത് സന്ദീപ് അവരുടെ ഔദ്യോഗിക വക്താക്കളല്ലെന്നോ സന്ദീപ് എടുത്ത നിലപാടുകളെ കുറിച്ചോ ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുന്നത് BJP എന്തുകൊണ്ട് ഇത് ഏറ്റുപിടിച്ചില്ല? ഈ ചർച്ചയ്ക്ക് മുമ്പായിട്ട് 8 മണിക്കൂറായല്ലോ ഇപ്പൊ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. അതായത് ഈ വഴിയെ പോണ ക്രിസംഗിനെയൊക്കെ പിടിച്ച് പാർട്ടിക്കകത്ത് കൊണ്ടുവന്നാൽ ഇങ്ങനത്തെ ഗതികേടുണ്ടാവും. ഒരു തർക്കമില്ല കാര്യത്തിൽ. PC ജോർജ് ഇരുന്ന് ഈ പാർട്ടിക്ക് ഒരു തലവേദനയായി മാറിയിരിക്കുക. ഈ ഷോൺ ജോർജും BJP ദേശീയ നേതാക്കളെക്കാളും തലക്ക് കയറിക്കൊണ്ടാണ് ഇത്തരം പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ അവരാരും മൈൻഡ് ചെയ്യാത്തത്. പിന്നെ ഇത്ര ഒരു കാര്യം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായിട്ടുള്ള വ്യക്താക്കൾ സന്ദീപിനെ പോലുള്ളവർ ഒന്ന് പ്രതികരിക്കും. അത് ന്യായമാ. സന്ദീപ് തന്നെ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞില്ലേ, സന്ദീപ് എന്നോട് ആ ചോദ്യത്തിന് മറുപടി ഇല്ലെന്നാ എന്നോട് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇത്രയും മറുപടി ഉള്ളൂ. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടയോ ഇതുപോലെയുള്ള ആരോപണങ്ങൾ, ശുദ്ധ അസംബന്ധങ്ങൾ ഒരു തെളിവുമില്ലാതെ കണ്ട് പച്ച നുണ മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അതിന് മറുപടി ഇരിക്കുന്നവരല്ല അവര്. ഇനി ഒന്നുകൂടെ പറയാം. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ മാധ്യമങ്ങളും ലൈവായിട്ട് കാണിച്ചുകൊണ്ടുവരും. ഞാൻ ജനൻ TV മറ്റൊരു മാധ്യമം കണ്ടതാ. ബാക്കി എല്ലാ ചാനലും ഇടതുപക്ഷത്തിലെ ശത്രുതകളെ പോലെ കാണുന്ന ചാനലുകാർ പോലും 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ പരിപാടി ടച്ച് പോയി അവർ വേറെ കാര്യങ്ങളാണ് കാണിച്ചത്. അതൊക്കെ എവിടെ നിൽക്കുക ഞങ്ങളെ കണ്ടോണ്ടിരിക്കുന്ന. ഞാൻ സന്ദീപ്, എന്റെ ഒരു നല്ല സുഹൃത്ത്, സന്ദീപിനോട് പറയാം, സന്ദീപിന് ചർച്ച സമ്മതിക്കാൻ പറ്റുന്നില്ല. സന്ദീപേ, ഇത് ഒരു നാണക്കേടാവും. ഇത്തരം ആളുകളെ കൊണ്ട് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെ തെളിവുകൾ ചോദിക്കണമായിരുന്നു? എവിടെ നിങ്ങളുടെ തെളിവുകൾ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡോക്യുമെന്റ്സ് ഹാജരാക്കാനുള്ളത്? ഇതൊരു പാർട്ടിനെ അപമാനിക്കുന്ന തുല്യാണെന്നൊരു നിലപാട് നിങ്ങൾ എടുക്കണം. ഇപ്പൊ നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നു.